എല്ലാവർക്കും നമസ്കാരം. 2024 ഇന്ത്യ ജനറൽ ഇലക്ഷൻ റിസൾട്ട് ഏതാനും മണിക്കൂറുകളകലെയാണ്. ഇന്ന് ഇലക്ഷൻ്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാജ്യമൊട്ടാകെയുള്ള വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ റിസൾട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ കർശന നിയന്ത്രണം ഉള്ളതുകൊണ്ട് എക്സിറ്റ് പോളുകൾ ഇലക്ഷന് ശേഷം മാത്രമാണ് നമുക്ക് പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ എക്സിറ്റ് പോളുകളും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എക്സിറ്റ് പോളുകളുടെ ഇടയിൽ പല വേരിയബിലിറ്റി കാണാറുണ്ട്. ആ എക്സിറ്റ് പോളുകളെ ഒന്ന് സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാജ്യത്തൊട്ടാകെയുള്ള 13 പ്രധാന ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളാണ് നമ്മൾ ഈ അനാലിസിസിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യ TV, ഇന്ത്യ ടുഡേ, മൈ ആക്സിസ് സർവേ, അതുപോലെ ABP സി വോട്ടർ സർവേ ഉണ്ട്, ദൈനിക് ഭാസ്കർ, ന്യൂസ് 18ൻ്റെ സർവേ ഉണ്ട്, റിപ്പബ്ലിക്കിൻ്റെ 2 സർവേ ഉണ്ട്, ടൈംസ് നൗവിൻ്റെ സർവേ ഉണ്ട്. എന്നിങ്ങനെ 13 സർവേകളാണ് ഇതിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ പ്ലോട്ടും കാണാൻ സാധിക്കും. ആദ്യ പ്ലോട്ടിൽ ഇന്ത്യ അലയൻസിന് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള നീല നിറത്തിൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യ അലയൻസിന് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള സീറ്റുകളാണ്. NDA അലയൻസിന് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള സീറ്റാണ് ഓറഞ്ച് കളറിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റുള്ളവരിൽ ഗ്രേ കളറിലും കാണിച്ചിട്ടുള്ളത്. അതിൽ വളരെ ക്ലിയർ ആണ്. മെജോറിറ്റി ലൈനാണ് നമ്മൾ ഡാഷ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് 272. എല്ലാ സർവേകളും 13 സർവേകളും 272 എന്ന മാന്ത്രിക സംഖ്യ NDA ഇത്തവണയും കടക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂരിഭാഗം സർവേകളും 350 മുകളിലാണ് പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നതെന്ന് കാണാം. അതേസമയം ഇന്ത്യ അലയൻസിനാണെങ്കിൽ മാക്സിമം എനിക്ക് തോന്നുന്നു 200 ടച്ച് ചെയ്യുമെന്ന് പോലും പല സർവേകളും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും സീറ്റ് നില കാണാൻ സാധിക്കും. ഈ പ്ലോട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ഏജൻസികളും, ഈ 13 ഏജൻസികളും പറഞ്ഞിട്ടുള്ള സീറ്റ് നിലയാണ്. ചില ഏജൻസികൾ ഒറ്റ സീറ്റ് അക്കം പറഞ്ഞിട്ടുണ്ട്, ചില റേഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മീൻ, ഒരു ആവറേജ് എടുക്കാമെന്ന് വിചാരിച്ചു. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീൻ പ്രഡിക്ഷൻ ലൈൻ നമ്മളൊന്ന് വരച്ചു നോക്കി. അപ്പോൾ അതിൽ ഇന്ത്യ അലയൻസിന് ലഭിക്കുന്നത് 143 വരെയാണ്. എല്ലാ സർവേകളും പറഞ്ഞതിൻ്റെ ഒരു ആവറേജ് എടുത്താൽ 143 അതേസമയം NDA 350 ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ 366 NDA അലയൻസിന് കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതേഴ്സ് 30 കാണിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ 13 ഏജൻസികളും ഒറ്റ നമ്പർ അക്കമല്ല പറഞ്ഞിട്ടുള്ളത്. ചില ഏജൻസികൾ പറഞ്ഞിട്ടുള്ളത് ഒരു റേഞ്ചാണ്, ചില ഏജൻസികൾ ഒറ്റ നമ്പറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഏജൻസികളും പറഞ്ഞതിനെ നമ്മൾ ഒരൊറ്റ അക്കമായിട്ട് ഒരു മീനാക്കി മാറ്റിയെടുത്തു. ആ ആവറേജിനെ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ആ ആവറേജിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഈ ബോക്സ് പ്ലോട്ടായിട്ട് കാണിച്ചിട്ടുള്ളത്. നമുക്കിവിടെ മനസ്സിലാകും 272ൻ്റെ ട്രെൻഡ് ലൈനിൻ്റെ അടുത്ത് പോലും ഇന്ത്യ അലയൻസ് എത്തുന്നില്ല. അതേസമയം NDAയുടെ ഒരു മിനിമം പ്രഡിക്റ്റ് ചെയ്യുന്ന എല്ലാ പോളുകളുടെയും മിനിമത്തിൻ്റെ ഒരു മീൻ എടുത്താൽ ഏകദേശം 355 കുറഞ്ഞത് ലഭിക്കുന്നുള്ളതാണ്. ഇതൊക്കെ ഔട്ട്ലയറാണ്. NDAക്ക് ലഭിക്കാവുന്ന മിനിമം സീറ്റുകളുടെ ആവറേജ് എടുത്താൽ അത് 355 കാണാം. അതേസമയം മാക്സിമം 378 ആവറേജാണ്. ചില സർവേകൾ 400 വരെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. അതിൻ്റെ ആവറേജ് എടുത്താൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 366 സീറ്റിലേക്കാണ് പോവുക. ഇലക്ഷൻ്റെ റിസൾട്ട് വരട്ടെ, 2 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ഈ 13 സർവേകളും പ്രെഡിക്റ്റ് ചെയ്ത റേഞ്ചും അല്ലെങ്കിൽ മീനുമുണ്ട്. ഇതിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഏത് സർവേ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ട് അനലൈസ് ചെയ്യാം. ആ വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.